പാലക്കാട് കോൺഗ്രസ് നേതാവിനെതിരെ പീഡന പരാതി ഉയർന്നിരിക്കുന്നു. നഗരസഭ 24-ാം വാർഡ് കൗൺസിലർ പ്രശോഭ് സി വത്സനെതിരെയാണ് യുവതി രംഗത്തെത്തിയത്. ജോലി വാഗ്ദാനം ചെയ്ത് പരിചയപ്പെട്ട ശേഷം താമസ സ്ഥലത്തെത്തി പ്രശോഭ് ബലമായി പീഡിപ്പിച്ചെന്നാണ് അതിജീവിതയുടെ മൊഴി. ജോലിയുടെ അഭിമുഖത്തിനായി പട്ടാമ്പിയിലെ വ്യാപാര സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കാറിൽ വെച്ചും പീഡിപ്പിച്ചു. ഭീഷണിപ്പെടുത്തി ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി. ഗർഭിണിയാണെന്ന് അറിയിച്ചപ്പോൾ അലസിപ്പിക്കാനുള്ള മരുന്ന് കഴിക്കാൻ നിർബന്ധിച്ചെന്നും യുവതി പറഞ്ഞു. ജോലി സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ജോലിയുടെ കാര്യമല്ല ഇയാൾ സംസാരിച്ചത്, വേറെ രീതിയിലായിരുന്നു സംസാരിച്ചത്. റൂമിൽ ആരും ഇല്ലാത്ത സമയത്ത് കയറി വരികയും ഇയാൾ വന്നിട്ട് വാതിൽ തട്ടുമ്പോഴാണ് എനിക്ക് ഇയാളെന്ന് മനസ്സിലാവുന്നത്. ഭയപ്പെടുത്തിയിട്ട് കാര്യം ചെയ്തു. ഇയാൾ പിന്നെ ടെസ്റ്റ് ഇതാക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് സംഭവം അത് വാങ്ങിച്ചു കൊടുത്തു. അത് ടെസ്റ്റ് ചെയ്തപ്പോൾ 2 പോടാൻ കാണിച്ചത്. ഇയാളടുത്ത് പറഞ്ഞപ്പോൾ അത് നെഗറ്റീവാണ്, കാര്യമാക്കാണ്ട് വിട്ടോ. പിന്നെ ഇതിന് കളിക്കാൻ വേണ്ടിയിട്ട് ഗുളിയൊക്കെ മേടിച്ചു തന്നു. പ്രശോഭിനെതിരായ പരാതി പാലക്കാട് മണ്ഡലത്തിൽ ഒരു മാങ്കൂട്ടമല്ല പല മാങ്കൂട്ടങ്ങളുണ്ട് എന്നതിൻ്റെ തെളിവാണെന്ന് BJP പ്രതികരിച്ചു. കുറ്റക്കാർക്കെതിരെ ഏതറ്റം വരെയും പോകുമെന്നും പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഒരു മാങ്കൂട്ടമല്ല ഒരുപാട് മാങ്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ട്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഇവിടെ വേദന അനുഭവിക്കുന്ന കണ്ണീർ ഒരു സ്ത്രീയുടെ വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അവനെ അകത്താക്കാൻ ഏതറ്റം വരെയും പോകാൻ ഞാൻ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള മാനദണ്ഡങ്ങളൊന്നും നോക്കാൻ പോകുന്നില്ല. കോൺഗ്രസ് കൗൺസിലർക്കെതിരായ പീഡന പരാതി ഭയപ്പെടുത്തുന്നതെന്നാണ് CPMന്റെ പ്രതികരണം. കോൺഗ്രസ് എന്നത് സ്കൂൾ ഓഫ് ഇമ്മോറൽ സ്റ്റഡീസായി മാറിയെന്നും CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പ്രതികരിച്ചു. സത്യത്തിൽ ഇതെല്ലാം നമ്മളെ ഭയപ്പെടുത്തുക ചെയ്യുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ സംസ്കാരം വളർത്തിയെടുക്കുന്നതിലും കോൺഗ്രസിന് ഒരു നല്ല പങ്കുണ്ട്. എന്നാൽ ആ കോൺഗ്രസിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥ എത്രത്തോളം തരംതാണു എന്ന് നമുക്ക് അതിനേക്കാളും ആ വാക്കില്ല യഥാർത്ഥത്തിൽ. ഇപ്പോൾ കോൺഗ്രസ് എന്നത് സ്കൂൾ ഓഫ് ഇമ്മോറൽ സ്റ്റഡീസ് ആയി മാറി. ഇതാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്. ഇത്തരത്തിലുള്ള കോൺഗ്രസിനെ ഈ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും? വൈകുന്നേരം പാലക്കാട് നഗരത്തിൽ DYFI പ്രതിഷേധ പ്രകടനം നടത്തി. ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിനുമെതിരെ മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ ആ പ്രകടനത്തിൽ അണിചേർന്നു. ആ ദൃശ്യങ്ങളിലേക്ക്. വിവരങ്ങളുമായി ഐഷത്തുൽ ഷംന ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. ഷംന, നമുക്കറിയാം അവിടുത്തെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലായിരുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിനെ അടിക്കാനുള്ള ഒരു വടിയായിട്ട് തന്നെയല്ലേ സ്വാഭാവികമായും ഈ കൗൺസിലർക്കെതിരായ ആരോപണത്തെ ഇപ്പോൾ BJPയും CPMും ഉപയോഗിക്കാൻ പോകുന്നത്? ജോഷി വിജയകുമാർ, അതുതന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും പ്രതിസന്ധിയിലാക്കി. സമാന രീതിയിൽ രാഹുലിനെതിരെ ഉയർന്ന രീതിയിൽ അതേപോലെയുള്ള ഒരു ലൈംഗിക പീഡന ആരോപണം പരാതി ഉയർന്നിരിക്കുന്നു എന്നതാണ്. ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് ഈ പെൺകുട്ടി പരാതിയിൽ ഉന്നയിക്കുന്നത്. അതായത് ഈ പെൺകുട്ടി വിദ്യാർത്ഥിനിയാണ്, പഠനാവശ്യത്തിന് വേണ്ടിയാണ് പാലക്കാട് എത്തിയത്. യുവതിയുടെ സ്ഥലം സ്വദേശം മറ്റൊരു ജില്ലയിലാണ്. അതിനുശേഷം പഠനാവശ്യത്തിന് വേണ്ടിയാണ് പാലക്കാട് ജില്ലയിൽ എത്തുന്നത്. ചെറിയ ചില ജോലികളൊക്കെ ചെയ്തായിരുന്നു കഴിഞ്ഞു പോന്നിരുന്നത്. അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയാണ്. അങ്ങനെ സ്ഥിര വരുമാനമുള്ള ഒരു ജോലി ഉറപ്പു നൽകിയാണ് പ്രശോഭ് ആദ്യം ഈ പെൺകുട്ടിയുമായി പരിചയത്തിലാകുന്നത്. അതിനുശേഷം പിന്നീട് താമസ സ്ഥലത്ത് ആരുമില്ലാത്ത നേരത്തെ വന്ന ലൈംഗികാതിക്രമം നടത്തി പീഡിപ്പിച്ചു എന്നതാണ് ആദ്യം പറയുന്നത്. അതിനുശേഷം പിന്നീട് പട്ടാമ്പിയിലെ വ്യാപാര സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കാറിൽ വെച്ച് പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ സമീപത്തുള്ള ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ച് പീഡിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ഭയന്നുകൊണ്ടാണ് ഈ പെൺകുട്ടി പോയതെന്ന് കൂടി പറയുന്നുണ്ട്. അതായത് ഹോട്ടൽ മുറിയിലേക്ക് വന്നില്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ ഈ യുവതിയുടെ താമസ സ്ഥലത്തേക്ക് എത്തിയതുപോലെ എത്തുമെന്ന് ഭീഷണിപ്പെടുത്തി അങ്ങനെ പ്രശോഭ് ഈ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയാണ് പിന്നീട് ഒരു പീഡന ശ്രമം നടക്കുന്നത്. പക്ഷേ ആ ഘട്ടത്തിൽ പോലീസ് കേസെടുക്കുകയോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ? പോലീസിലേക്ക് ഈ പരാതി എത്തിയിട്ടുണ്ടോ?
വിജയകുമാർ, നിലവിൽ പെൺകുട്ടി മുഖ്യമന്ത്രിക്കും പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്കുമാണ് പരാതി നൽകിയിട്ടുള്ളത്. എന്നാൽ ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഈ പരാതി 2 ദിവസം മുൻപാണ് പെൺകുട്ടി നൽകുന്നത്. അതിനുശേഷം പെൺകുട്ടി പാലക്കാട് ജില്ല വിട്ടിട്ടുണ്ട്. എന്തായാലും ഈ പെൺകുട്ടിയിലേക്ക് എത്താനോ മൊഴി എടുക്കാനോ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. പാലക്കാട്ടുണ്ടോ? അയാളുടെ പ്രതികരണം എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? ഒരു തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് കുറെ കൂടി കോൺഗ്രസിനെ വല്ലാതെ പ്രതിരോധത്തിലാക്കുമായിരിക്കുമല്ലോ ഈ വിഷയം. വിജയകുമാർ, നിലവിൽ പ്രക്ഷോഭ് എവിടെ എന്നതിന് ഉത്തരമില്ല. നമ്മൾ നേരത്തെ തന്നെ പ്രക്ഷോഭിന്റെ വീട്ടിലേക്കും ഒപ്പം തന്നെ ഈ കോൺഗ്രസിന്റെ ഓഫീസുകളിലൊക്കെ നമ്മൾ പോയിരുന്നു. പക്ഷേ പ്രക്ഷോഭ് എവിടെയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ജില്ല വിട്ടു എന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. കാരണം സമാന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പരാതി ഉയർന്ന സമയത്ത് നിമിഷ നേരം കൊണ്ടാണ് MLA ഒളിവിൽ പോയത്. മറ്റൊരു കാര്യം കൂടി പെൺകുട്ടി പരാതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഈ പ്രക്ഷോഭ് നിരന്തരം പീഡിപ്പിച്ചതിനെ തുടർന്ന് ഈ പ്രക്ഷോഭ് ഭീഷണിപ്പെടുത്തിയിരുന്നത് താൻ ഷാഫിയുടെയും രാഹുലിന്റെയും ഒക്കെ എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാനപ്പെട്ട വിഷയമാണ്. അതിൽ 2 കാര്യങ്ങളാണ് അറിയേണ്ടത്. ഈ പെൺകുട്ടി പിന്നീട്, അല്ലെങ്കിൽ ഈ പരാതിപ്പെട്ട പെൺകുട്ടി പിന്നീട് അവിടം വിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഈ കൗൺസിലറെ കാണാനില്ല. കൗൺസിലർ ഒളിവിലാണോ എന്നറിയില്ല. അയാളുടെ വിശദീകരണം വന്നിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വഴിയെ തന്നെയാണോ കൗൺസിലറും ഒളിവിൽ പോയത് നമുക്കറിയില്ല. പോലീസ് ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? 2 ദിവസമായിട്ട് എനിക്ക് ഒരുപക്ഷെ സ്റ്റേറ്റ്മെന്റ് കിട്ടാത്തതുകൊണ്ടായിരിക്കും അല്ലേ?